നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അത്യന്തം നിന്ദ്യമായ ഭാഷയിൽ ആക്ഷേപിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ് അരുൺകുമാർ. ആ അരുൺകുമാറിൻ്റെ നിലപാടാണ് ഇപ്പോൾ വിവാദമാകുന്നത്. ഗവർണറെ കോളേജുകളിൽ കയറ്റില്ല എന്നുള്ള SFIയുടെ വെല്ലുവിളി, ആ വെല്ലുവിളി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റെടുത്തതിനോടുള്ള പ്രതികരണം എന്ന നിലയിലാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ മീറ്റ് ദ എഡിറ്റർ പരിപാടിയിൽ ഈ അരുൺകുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇത്തരത്തിലുള്ള ആക്ഷേപം നടത്തിയത്. മുസ്ലിം സമൂഹത്തെ ആക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന പദം ബോധപൂർവം തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പന്നികളോട് മൽപ്പിടുത്തത്തിന് പോകരുതെന്നാണ് ഗവർണറെ ഉദ്ദേശിച്ചുകൊണ്ട് അരുൺകുമാർ ഈ SFIക്കാരോട് ഉപദേശിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇതാണ്: പന്നികളോട് മൽപ്പിടുത്തത്തിന് നിൽക്കരുത് കുട്ടികളെ, നിങ്ങളുടെ ദേഹത്ത് ചെളി പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പന്നികൾക്ക് ചെളിയാണ് ഇഷ്ടം. ഈ മനുഷ്യനെ നന്നാക്കാൻ കേരളം എത്ര തന്നെ വിചാരിച്ചാലും നടക്കില്ല എന്നുകൂടി പറയുകയാണ്. അതുമാത്രമല്ല, അയാൾക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. ഇതായിരുന്നു അരുൺകുമാറിൻ്റെ ഉപദേശം. ഗവർണറെ സിനിമാ കഥാപാത്രമായിട്ടുള്ള കീലേരി അച്ചു എന്നും പലപ്പോഴും വിശേഷിപ്പിച്ചു അരുൺ ആക്ഷേപിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ കടുത്ത വിമർശനമാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കേരള സർവകലാശാലയിലെ ഈ അധ്യാപകനായിരുന്ന അരുൺകുമാർ ഈ ജിഹാദി ശക്തികളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി, വേണമെങ്കിൽ അതിനെ ഈ ജിഹാദി ശക്തികളെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള ജാതീയമായിട്ടുള്ള അധിക്ഷേപം നടത്തിയതിന് മുൻപും കുടുങ്ങിയിട്ടുള്ള ആളാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഈ വെജിറ്റേറിയൻ വിഭവത്തെക്കുറിച്ച്, ആ വെജിറ്റേറിയൻ വിഭവം എന്തുകൊണ്ടാണ് വിളമ്പുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് ബ്രാഹ്മണ മേധാവിത്വം അടിച്ചേൽപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇത് എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ്. വിദ്യാർത്ഥികൾക്ക് മാംസാഹാരം നൽകണമെന്നുമായിരുന്നു അന്ന് ഈ അരുണിൻ്റെ വാദം. അതായത് ഈ ജാതി പറഞ്ഞ് സമൂഹത്തിൽ വേർതിരിവിന് ഒരു ശ്രമം നടത്തിയതിന് UGC തന്നെ നടപടി സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് അരുൺ. പിന്നീട് ഇയാൾ ഇക്കാര്യത്തിൽ മാപ്പ് പറഞ്ഞു. ആ മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നതും പുതിയ ചാനലുകളിലേക്കുള്ള പ്രവേശനം നടത്തുന്നതുമൊക്കെ അതിനുശേഷമാണ്. പലപ്പോഴും ഇങ്ങനെ അന്തം കമ്മിയുടെ രൂപത്തിലേക്കൊക്കെ ആയി മാറിപ്പോകുന്നുണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ. അതിന് സ്വാഭാവികമായിട്ടും അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. അതായത് രാഷ്ട്രീയം അവരുടെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഗവർണർ എന്നുള്ള ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തിത്വത്തെ ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്ന് പൊതുസമൂഹം തന്നെ ചിന്തിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം. ഗവർണറെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ ഇങ്ങനെ ക്രൂരമായി നിന്ദ്യമായി ആക്ഷേപിക്കുന്നത് ശരിയാണ്. SFIക്കാർ വെല്ലുവിളിക്കട്ടെ. SFIക്കാർക്ക് വെല്ലുവിളിക്കുവാനുള്ള അവകാശമുണ്ട്. അത് അവരുടെ രാഷ്ട്രീയം. അവർ ഗവർണർക്കെതിരെയാണ് അത്തരത്തിൽ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. നാളെ അത്തരത്തിൽ വെല്ലുവിളിയുമായി എത്തുന്ന SFIക്കാർക്കെതിരെ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഇന്നേ ചിന്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. നാളെ അദ്ദേഹം താമസിക്കാൻ പോകുന്നത് അടക്കം ഈ സർവകലാശാലയുടെ കീഴിലുള്ള സ്ഥലത്താണ്. അവിടെയാണ് അദ്ദേഹം നാളെ അന്തിയുറക്കം. നാളെയും മറ്റന്നാളും അടുത്ത ദിവസം 16, 17, 18 തീയതികൾ അദ്ദേഹം മറ്റ് ഹോട്ടലുകളിൽ താമസിക്കുവാനിരുന്നതാണ്. പക്ഷേ ഈ SFIക്കാരുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് കളയാമെന്ന് അദ്ദേഹം തീരുമാനമെടുക്കുന്നത്. അങ്ങനെ അദ്ദേഹവും ഒട്ടും പുറകോട്ട് പോകാൻ തയ്യാറല്ല. കാരണം ഗവർണറോട് ഇങ്ങനെ കരുത്ത കൊടി കാണിച്ച് അനീതി കാണിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതിഷേധം SFIക്കാർ നടത്തുമ്പോൾ ആ പ്രതിഷേധത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാതെ, ഒളിച്ചോടാതെ ആ പ്രതിഷേധത്തോട് അദ്ദേഹം സമരസപ്പെടുകയാണ്. ഗവർണറും SFIക്കാരും തമ്മിലുള്ളത് അങ്ങനെ നടക്കട്ടെ. പക്ഷേ ഗവർണറെ ആക്ഷേപിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് പക്ഷേ അരുൺകുമാറാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള കാര്യം കൂടിയാണ്. അതിലേക്ക് നമ്മൾ കടക്കുന്നുമില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും SFIക്കാരുടെ വെല്ലുവിളി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്ന ഗവർണർ അദ്ദേഹത്തിൻ്റെ കൃത്യമായ രാഷ്ട്രീയം അദ്ദേഹത്തിനുണ്ടായിരിക്കും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ രാഷ്ട്രീയം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെയായിരിക്കുമല്ലോ തിരിച്ച് പ്രതികരിക്കുന്നവനോടൊപ്പമുള്ള ആ പ്രതിഷേധത്തെ അടക്കം അദ്ദേഹം വെല്ലുവിളി രൂപത്തിൽ സ്വീകരിക്കുന്നതും അതിനെതിരായി അദ്ദേഹം പ്രതികരിക്കുന്നതും. അത് നമ്മൾ കണ്ടതാണല്ലോ, കേരളം കണ്ട കാഴ്ചയാണ്. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ സകലമാന വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആ രാഷ്ട്രീയത്തിനെ ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ആ രാഷ്ട്രീയം അവരുടേത് മാത്രമാണ്. ആ രാഷ്ട്രീയത്തിൽ പിടിച്ചുകൊണ്ട് മറ്റുള്ളവർ അധിക്ഷേപിക്കാതിരിക്കുക. ആ അധിക്ഷേപം ചൊരിയുന്നത് ഒരു സംസ്കാരപൂർണമായ ഒരു സാംസ്കാരിക ഔന്നത്യത്തിലെത്തിയ കേരളത്തിന് യോജിക്കുന്നതല്ല എന്നുകൂടി പറയട്ടെ.